ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഫൈവ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സ്വോർഡ്സ്, the Hierophant, King of Swords, the Hanged, Nine of Coins, Nine of Pentacles in energy, Five of Cups, Two of Cups, Eight of Cups, Queen of Coins. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. സിക്സ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സർവ്വ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിനായിട്ട് എഫേർട്ട് എടുത്തിരിക്കുകയാണോ, അതിനായിട്ട് നല്ല മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്. അതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറച്ച് ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഫൈവ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അത് തന്നെയാണ് ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ മീനിങ് യഥാർത്ഥത്തിൽ എന്താണ്? ഒരാൾക്ക് ഉയരത്തിലേക്ക് വരണം, ഉയരത്തിലെത്തുക എന്നുള്ളതാണ്. മൂന്നാല് പേർ ചേർന്ന് വഴക്കിടുക, അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ജയിക്കണം, എനിക്ക് ഉയർച്ചയിലേക്ക് വരണം, ഞാൻ മുന്നോട്ട് പോകണം, എനിക്ക് മുന്നോട്ട് പോകണം. ഇത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കിത് സാധ്യമാകുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ജോലിക്കാര്യത്തിലേക്ക് ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടാവാം. അതുപോലെ ഇവിടെ ഇൻ്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ട് എനിക്ക് മുന്നിലെത്തണം, എക്സാം എഴുതി കഴിയുമ്പോൾ എനിക്ക് മുന്നിലെത്തണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. അഥവാ ഇനി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തന്നെ എന്താണ്? ആ സംസാരത്തിലൂടെ എനിക്ക് മുന്നിലെത്തണം. മനസ്സിലായോ? അപ്പോൾ സംസാരത്തിലൂടെ മുന്നിലെത്തി എനിക്ക് ജയിച്ചാൽ മാത്രമേ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുകയുള്ളൂ, എനിക്കൊരു റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്നും. ഇങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് എല്ലാ കാര്യത്തിലും നല്ലതാണ്. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യണം. അവിടെ മൗനം വിദ്വാനുഭൂഷണം എന്നുള്ള രീതി അവലംബിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? വീട്ടിലായാലും കലഹം ചെയ്യുമ്പോൾ എന്താണ്? എപ്പോഴും മൗനം പാലിക്കുന്നതാണ് കുറച്ച്. പിന്നെ ശബ്ദം വെക്കേണ്ടടുത്ത് ശബ്ദം വയ്ക്കുകയും വേണം, പറയേണ്ടടുത്ത് മറുപടി പറയുകയും വേണം. അല്ലാതെ ആവശ്യമുള്ളിടത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഇവിടെ അനാവശ്യമായിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ വീട്ടിലായാലും ആ ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ അതവിടെ അവസാനിപ്പിക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച തരുന്നത്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ആയാലും ഇതൊരു അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്.
ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ, ഇവിടെ 5 ഓഫ് വാൻസ് വന്നിരിക്കുന്നു, ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട്, 9 ഓഫ് കോയിൻസ്. അതുപോലെ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു വാൻസിൻ്റെ എനർജി വന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചീറ്റിംഗ് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്നാവാം ഫിനാൻസ് പരമായ കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുമാവാം നിങ്ങളിലേക്ക് ചീറ്റിംഗ് വന്നിട്ടുണ്ട്. അതുവഴി നിങ്ങളിവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒന്നുകൊണ്ടും വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ പിന്നീട് പോകുന്നത് എന്താണ്? ഉയർച്ചയിലേക്കാണ്. ഉയർച്ചയിലേക്ക് പോയിട്ട് അടുത്തതായിട്ട് വരുന്നത് എന്താണ്? ഹെറോഫൻ്റെ എനർജിയാണ്. സ്പിരിച്വലായിട്ട് നിങ്ങൾക്കിവിടെ ഉയരാൻ കഴിയുന്നു. കണ്ടില്ലേ, ഒരു ഏറ്റവും വലിയൊരു തകർച്ചയിൽ നിന്നാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നത്. കാരണം അവിടെ നിന്നാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും വലിയൊരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, ഏറ്റവും വലിയൊരു പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയിൽ നിങ്ങളിവിടെ വീണ് കിടക്കുന്നു. പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾ ഒരു പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നും പിന്നോട്ടല്ല പോകേണ്ടത്, നിങ്ങൾ മുന്നോട്ടാണ് വരേണ്ടത്. അവിടെയാണ് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റ് ആകുന്നത്. ഒരുപാട് ദൈവത്തിൽ വിശ്വാസം വരുന്നത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്താവാം. എന്താണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? അതുവരെ ദൈവമേ എന്ന് വിളിക്കാത്ത ചില ആൾക്കാർ പോലും വലിയ പരാജയം വരുമ്പോൾ ആ ഒരു വേർഡ് ഉച്ചരിക്കും. അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇവിടെ ഹെറോഫൻറ്റിൻ്റെ എനർജിയാണ്, കണ്ടില്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്പിരിച്വലി ഉയർച്ച വരുമ്പോഴെന്താണ്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വരും. ഇതുവരെ ഒരു കാര്യത്തിലും ഗ്രാഹ്യമില്ലായിരുന്നു പല ഇടങ്ങളിലും. അപ്പോൾ അങ്ങനെ ഗ്രാഹ്യമില്ലാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ശരിയായ വിധത്തിൽ നിങ്ങൾക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കുക, നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിച്ച് വരുന്ന എനർജിയാണ്. നിങ്ങൾ പറയുന്ന പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ട് സന്തോഷിക്കുന്ന പല ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാൻ കഴിയും. നിങ്ങൾ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും എപ്പോഴും നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ ആൾറെഡി ഇൻറ്റ്യൂട്ടീവാണ്. മനസ്സിലായി? ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും വലിയ സക്സസ് ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അങ്ങനെയാണ്. ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിക്കും, ഇൻറ്റ്യൂട്ടീവ് ആകാൻ കഴിയും. അപ്പോൾ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വരും. അവർക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കാനും ആൾക്കാരെ മനസ്സിലാക്കി സംസാരിക്കാനും പെരുമാറാനുമുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വരുന്നത് ഇവിടെ നിന്നാണ്, ഇവിടെ നിന്നുമാണ്. വാക്കുകൾ പറഞ്ഞാൽ പാലിക്കാൻ, അല്ലെങ്കിൽ വാക്കുകൾക്ക് പ്രവർത്തികൾക്ക് ഒക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. വെറുതെ വാക്കുകൾ പറയുന്നില്ല, വെറുതെ പ്രവൃത്തികൾ ചെയ്യുന്നില്ല. എന്താണ് ചെയ്യുന്നതിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അവിടെയാണ് സ്റ്റേബിളാകാൻ സാധിക്കും നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഉറച്ച വാക്ക്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഉണ്ട് വെറുതെ വാക്കുകൾ പറയുമല്ല, തരാം എന്ന് പറഞ്ഞിട്ട് ചില പിറ്റേ ദിവസം നിൽക്കുമ്പോൾ എവിടെ ഞാനത് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുമുണ്ട്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടുവരാതിരിക്കുക, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, അത്തരം ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിനെല്ലാം സാധ്യമാകുന്നു. അതിലൂടെ സമൂഹത്തിലൊരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന, ജോലിയൊക്കെ ലഭിക്കാനുള്ള എനർജിയാണ്. സമൂഹത്തിലൊരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയും. മറ്റുള്ള ആൾക്കാർ പലതും പറയും, പക്ഷെ നിങ്ങളെ കൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും ഇപ്പോൾ എന്താണ് തലയും കുത്തി നിൽക്കുന്ന എനർജി ഉണ്ടെങ്കിൽ ശരിയായ രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഐഡിയയിലൂടെ മുന്നോട്ട് വരാം. ഇവിടെ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഒന്ന് മുന്നോട്ട് വന്ന ഹെറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ട് കിങ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ് ഹാങ്ഡ് മാൻ്റെ എനർജിയിലൂടെ വരും. അത് കാരണം പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് എന്താണ് ജീവിതത്തിലൊരു
തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ ഇംബാലൻസ് ആയിരുന്നു. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമം മാറ്റാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം ഒന്ന് നിവർന്നിരിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. കാരണം എന്താണ്, ആ ഉറച്ച തീരുമാനത്തിലേക്ക് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ തന്നെ കാര്യങ്ങൾക്കൊരു ഗൗരവം ലഭിക്കും. അപ്പോൾ ആ കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സന്തോഷം വരുന്ന എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വാൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ 10 ഓഫ് സോഡ് വന്ന് സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കാരണം ഇവിടെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേർ ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട്. അതുമല്ല, ഇനി സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജി എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ലഭിക്കുന്ന എനർജിയാണ്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ചിലപ്പോൾ ചിട്ടി നോക്കിയിരിക്കുന്നവർക്ക് ചിട്ടി ലഭിക്കാം. ലോണിന് വേണ്ടി കൊടുത്തിരിക്കുന്നവർക്ക്, ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന എനർജി ഉണ്ടാകും. സാമ്പത്തികത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു പോകാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിലായാലും ചിലരുടെ വിവാഹം നടക്കുന്ന എനർജി, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ, അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതികപരമായ സന്തോഷങ്ങളിൽ ഒരുപാട് പങ്കെടുക്കാൻ കഴിയുന്നു. അതിലേക്ക് സാമ്പത്തികം വിനിയോഗിക്കാനും ഉള്ള ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്, 2 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. ഒരുപാട് ഇമോഷൻസിന് ഇവിടെ അതുപോലെ ഒറ്റയായിരിക്കുന്നു എന്നുള്ള ബോധം. ഇവിടെ നല്ല രീതിയിൽ സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്നതാണ് രണ്ടുപേരും. 2 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അവിടെയാണ് പെട്ടെന്നൊരു അകൽച്ച വന്നത്. അതുവഴി ഒരാൾ വിചാരിക്കുന്നു ഞാൻ ഒറ്റയായി പോയി, എനിക്ക് മറ്റേ ആളുടെ സ്നേഹമില്ല എന്ന് വിചാരിക്കും. പക്ഷേ സ്നേഹം ഇവിടെയുണ്ട്, കാണാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിൽ പലർക്കും ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്. നമ്മളിലുള്ളതൊന്നും നമ്മൾ കാണില്ല. കണ്ണു തുറന്ന് കാണുകയാണ്. ഉള്ള സൗഭാഗ്യങ്ങളെ കണ്ണു തുറന്ന് കാണുക. മറ്റുള്ളവരുടെ കണ്ടിട്ട് അതെനിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറയാൻ പാടില്ല. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്, എനിക്ക് തന്നതിനൊക്കെയും നന്ദി. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് അത് തരണേ, ഇത് തരണേ ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചു പോയി കരയുകയല്ല വേണ്ടത്. എനിക്കിതൊക്കെ തന്നതിന്, എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അവിടുന്ന് തന്നിട്ടുണ്ട്, എനിക്ക് തന്നതിനെല്ലാം നന്ദി, അതാണ് പറയേണ്ടത്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് നമ്മൾ പറയേണ്ടത്. എപ്പോഴും നമ്മൾ യൂണിവേഴ്സിനോട് പറയേണ്ട ഫോർഗീവ്നെസ് ഇതാണ്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാലും നമ്മൾ പറയേണ്ടത് ഇത് തന്നെയാണ്. തന്നതിന് നന്ദിയാണ് പറയേണ്ടത്. മനസ്സിലായി? ഉള്ളതൊന്നും നമ്മൾ കാണുന്നില്ല, ഇല്ലാത്തതിനെ തേടിയാണ് നടക്കുന്നത്. മനസ്സിലായി? ഉള്ള സ്നേഹത്തെ കാണാതെ ഇല്ലാത്തതിനെ തേടി നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഉള്ളതിനെ കാണുക, അതിന് നന്ദി പറയുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അത് കുറച്ച് സമ്പത്തുണ്ട്, പക്ഷെ അതില്ല എന്ന് പറഞ്ഞ് ഇനിയും വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല പ്രവർത്തിക്കുക. എനിക്ക് ഇത്രയും തന്നല്ലോ ദൈവമേ, മനസ്സിലായി? അവിടെ നിന്ന് എനിക്ക് ഇത്രയുമൊക്കെ സൗഭാഗ്യങ്ങൾ തന്നല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, വീണ്ടും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പിരിഞ്ഞിരിക്കുന്നവർ ചിലപ്പോൾ ഒന്നിച്ച് ചേരാനുള്ള എനർജി ഉണ്ട് ഇവിടെ. ആരുടെയെങ്കിലും വിവാഹം നടക്കുക, അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയൊരു ലൈഫിലേക്ക് ഇവിടെ പോകാൻ സാധിക്കും ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എനർജിയാണ് അവിടെ. ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതൊരു മംഗളപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള എനർജിയാണ്. ദൈവാനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മുടെ വിവാഹം നടക്കുന്നത്, കുട്ടികളുടെ ജനനം ഒക്കെയും ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ്. ആ ക്രിയേറ്റീവ് പവർ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിച്ചേരാനുള്ള എനർജി, കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജി, പരസ്പരം ഹീൽ ചെയ്ത് പരസ്പരം റെസ്പെക്റ്റ് ചെയ്ത ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്തതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് വരും.
നമ്മുടെ ജീവിതത്തിൽ എന്താണ് അത്യാവശ്യം, എന്താണ് എനിക്കിത് വേണോ എനിക്കിത് വേണ്ടയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ടാത്ത ചില കാര്യങ്ങളെ പാടെ ഉപേക്ഷിക്കാനുള്ള കഴിവ് ഇവിടെ വരുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അവർ നിങ്ങളോട് ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വരിക, നിങ്ങൾക്ക് വില തരാതെ പെരുമാറുക, എപ്പോഴും നെഗറ്റീവായിട്ട് നിങ്ങളോട് പെരുമാറുക, അങ്ങനെയുള്ള ചില ആൾക്കാരുടെ സ്വഭാവം നിങ്ങൾക്ക് തീരെ ഇഷ്ടമാകുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾക്കതിനെ ഉപേക്ഷിക്കാവുന്നതാണ്. ആ ഒരു സ്വഭാവത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേണ്ടാത്ത കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക അത് ശരിയല്ല. കാരണം അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു നെഗറ്റീവിലേക്ക് വീണ്ടും പോസിറ്റീവ് വന്നെടുക്കില്ല. പോസിറ്റീവ് എനർജി വീണ്ടും വന്ന് ലഭിക്കണമെങ്കിൽ, വന്ന് ചേരണമെങ്കിൽ എന്താണ്, അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ എത്രയും പെട്ടെന്ന് ഹീൽ ചെയ്യുകയാണ് വേണ്ടത്. അതിനെ ഉപേക്ഷിക്കാം. മനസ്സിലായോ? എന്നിട്ട് പുതുമയിലേക്ക് വരാൻ ശ്രമിക്കൂ, നല്ലതിനെ കണ്ടെത്താൻ ശ്രമിക്കൂ, നന്മയെ സ്വീകരിക്കൂ, സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയൂ. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ ക്യൂൻ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആർക്കൊക്കെയോ ജോലി കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാം. അല്ലെങ്കിൽ എന്തെങ്കിലും സ്വയം ജോലി ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം നേടിയെടുക്കാനുള്ള എനർജി ഇവിടെയുണ്ട്. കുറച്ച് നല്ല ഉയർച്ചയിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിലിരുന്നാലും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടിയോ നോക്കിയിരിക്കുന്നവർക്ക് പലതരത്തിലും അത് വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. കണ്ടീഷനിങ്, പ്ലേഫുൾനെസ്, മറ്റ് സെലിബ്രേഷനാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. എന്നാൽ സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. നല്ല ഗുഡ് ന്യൂസൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. എവിടെയെങ്കിലുമൊക്കെ പാർട്ടിക്ക് പോകാൻ, അല്ലെങ്കിൽ ഉല്ലാസ യാത്ര നടത്താം, അല്ലെങ്കിൽ വിവാഹങ്ങളിൽ പങ്കെടുക്കാം, മറ്റെന്തിനെങ്കിലുമൊക്കെ സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഗിൽറ്റാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. തെറ്റുകൾ ചെയ്തു എന്നൊരു ബോധം വരുമ്പോഴാണ് കുറ്റബോധം അനുഭവിക്കുന്നത്, അല്ലേ? കുറ്റത്തിലൊരു ബോധം വരികയാണ്. കുറ്റം ചെയ്തോ എന്നുള്ള ആ ബോധം, കുറ്റം ചെയ്തിരിക്കുന്നു, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാകുന്നത് ആരിലാണ്? വളരെ നല്ല വ്യക്തികളിൽ മാത്രമേ അത്തരത്തിലൊരു ബോധം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? നന്മ മനസ്സിലുണ്ട്, ഈശ്വരവിചാരം മനസ്സിലുണ്ട് എങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ ദൈവമേ എന്നൊരു ബോധം വരുന്നത്. ഇങ്ങനെയൊരു ബോധം നിങ്ങൾക്ക് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് നിങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ആ ഒരു ബോധം വന്നു, അല്ലേ? മറ്റുള്ളവരാണെങ്കിലോ എത്രമാത്രം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ചില കഴിവ് പലർക്കുമുണ്ട്. അവർ ചെയ്ത തെറ്റിനെ ശരിയാക്കി മാറ്റാനുള്ള കഴിവ് പലർക്കുമുണ്ട്. അങ്ങനെയും ചില ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആ എനർജി എപ്പോഴും അതൊരു വളരെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇവിടെ കണ്ടീഷനിങ് ആണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ ചങ്ങലക്കിട്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. അത് നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ സ്വയം ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് നീങ്ങുന്നതാവാം. അതുകൊണ്ട് സ്വയം ഒരു ബോധം കൊണ്ടുവരണം, അവെയർനെസ് ഉണ്ടാവണം. ഇവിടെ പ്ലേഫുൾനെസ് ആണ്. ജീവിതത്തെ എപ്പോഴും അങ്ങ് ഗൗരവതരമായിട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല. അല്പസ്വല്പം കളിച്ചിരിയൊക്കെ ആവാം നിങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലായി? കൂട്ടുകാർ ഒത്തുചേർന്ന് തമാശ പറയാം, അതുപോലെ തന്നെ വീട്ടുകാർ ഒത്തുചേർന്ന്
ഒരു കുടുംബം, അച്ഛനമ്മ, മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് കളിതമാശകൾ പറഞ്ഞ് വേണം ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ നിസ്സാര കാര്യങ്ങളിൽ ഗൗരവകരമായിട്ട് അതിനെ കണ്ട് എപ്പോഴും അടിപിടി ബഹളം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ മൈൻഡ് വികൃതമാകുന്നുണ്ട്. പല കാര്യങ്ങളിലും ഏറ്റെടുത്ത് മൈൻഡ് ഇങ്ങനെ വികൃതമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിൽ നന്മ നിറച്ചു കഴിഞ്ഞാൽ മുഖത്ത് ഇങ്ങനെയുള്ള വികൃതഭാവം വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നന്മ നിറയ്ക്കൂ. ദൈവികമായ പ്രകാശം നിങ്ങളുടെ മനസ്സിൽ നിറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖവും അതുപോലെ തന്നെ പ്രകാശമുള്ളതായിത്തീരും. മനസ്സിലായോ? നമുക്ക് ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർച്യൂൺ കാർഡ്സ് കൂടെ നോക്കാതെ. ത്രോൺ വന്നിട്ടുണ്ട്, ടോർച്ച്, ടീപോട്ട്, ഹാർപ്പ്, പാരറ്റ്, ഫ്ലവേഴ്സ്. ബോട്ടം വന്നിരിക്കുന്നത് ലവ് ആണ്. നിങ്ങളിലേക്ക് നല്ല സ്നേഹം വരുന്നുണ്ട്. ആരുടെയൊക്കെയോ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട് ഇന്നത്തെ ദിവസം. ഇല്ല, നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവും. അപ്പോൾ പിന്നെ എല്ലാവരും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ടാവും. പലരുടെയും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇവിടെ ത്രോണാണ്, പൊസിഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റിയുടെ ഒരു സ്ഥാനം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു അധികാരഭാവത്തിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. ടോർച്ച് ഇവിടെ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ്. മനസ്സിലായി? പല കാര്യങ്ങളും അവയർനെസ് വരുന്നുണ്ട്, തിരിച്ചറിവുകൾ വരുന്നുണ്ട്, സ്പിരിച്വലായിട്ടൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുവഴി പല കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെളിച്ചത്തിലേക്ക് പോകാനുള്ള മാർഗമാണ് ഇവിടെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു എനർജി പലർക്കും ഇന്ന് കിട്ടുന്നതാണ് എന്നാണ്. ഇവിടെ ടീപോട്ടാണ്, ഡീപ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദ സെയിം സെക്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായ സെയിം സെക്സ് കൊണ്ട് കുറേ ഫ്രണ്ട്ഷിപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫീമെയിൽ എനർജിക്ക് മസ്കുലൈൻ ഫ്രണ്ട്ഷിപ്പ് ലഭിക്കുന്നു, ഫെമിനിൻ എനർജിക്ക് ഫെമിനിൻ ഫ്രണ്ട്ഷിപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ടും. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഹാർപ്പാണ്, ഗ്രേറ്റ് ഹാപ്പിനെസ്. ഒത്തിരി സന്തോഷത്തിലേക്ക് നിങ്ങൾക്കിന്ന് പോകാൻ സാധിക്കുന്നു. പല വിധത്തിലുള്ള സന്തോഷം. നമ്മളിവിടെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന സെലിബ്രേഷൻ. ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്നെന്ന്. അപ്പോൾ പലർക്കും ഇന്ന് നല്ല സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്, അതിനുള്ള സാഹചര്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സമ്മൺ വിൽ ഗോസിപ്പ് അബൌട്ട് ആൾ യുവർ സീക്രട്സ്. ചിലരൊക്കെ ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കണം. പാരറ്റാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ഗോസിപ്പ് പറയുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് അടുത്തുകൂടി നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് ആ ഗോസിപ്പ് പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളത് ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്തതൊന്നും മറ്റുള്ളവരോട് പറയരുത്. അഥവാ പറഞ്ഞാൽ തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം പറയാൻ. ഇവിടെയും ഹാപ്പിനെസ് ആണ്, ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ്സിൻ്റെ ദിവസമാണ് ഇന്ന്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.